ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഓണമായിട്ട് ഒരു ഫ്രോക്ക് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കസവിൻ്റെ മെറ്റീരിയൽ വെച്ചാണ് ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബോഡി പാർട്ടിനുള്ള മെറ്റീരിയൽ എടുക്കാം. ഞാനിത് ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ്. ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ നമുക്ക് രണ്ടായിട്ട് മടക്കിയിടാം. ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഒന്നുകൂടെ മടക്കി ഇതുപോലെ നാലായിട്ട് മടക്കിയിടാം. മടക്കി ഇടുമ്പോഴത്തേക്കും നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ബാക്ക് പാർട്ടിന് 1 ഇഞ്ച് കൂട്ടിയിട്ടിട്ടാണ് നമ്മൾ മടക്കിയിടേണ്ടത്. ഇതുപോലെ കൂട്ടിയിടേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് സിബ് പിടിപ്പിക്കാനാണ്. നമുക്കിവിടെ അളവുകളൊക്കെ അടയാളപ്പെടുത്താം. നെക്ക് 1.5 ഇഞ്ച് വിഡ്ത്തിലും ഇറക്കം 3 ഇഞ്ചുമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഷോൾഡർ 2.5, പിന്നെ കൈക്കുഴി 4, ഇത് വന്നിട്ട് ബ്രസ്റ്റ് അളവ് 8 എടുത്തിട്ടുണ്ട്. ഷേപ്പ് 7 എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചെടുക്കുന്നു. ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമ്മൾ കുറച്ചിട്ടാണ് എടുക്കുന്നത്. ഒരു 1.5-2 ഇഞ്ച് വരാൻ പാകത്തിനേ എടുക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്കിത് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ ഓണം പ്രമാണിച്ച് ഞാനൊരു ഗീവ് അവേ വയ്ക്കുന്നുണ്ട്. അതിൻ്റെ റൂൾസുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഗീവ് അവേയിൽ വിന്നാവുന്നവർക്ക് 1000 രൂപ വില വരുന്ന ഒരു ഡ്രസ്സാണ് ഞാൻ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിനി ചെയ്യാനുള്ളത് ബോഡി പാർട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് സ്കർട്ട് പാർട്ടാണ് കട്ട് ചെയ്ത് മാറ്റാനുള്ളത്. അതിനായിട്ട് മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് മടക്കിയിടുക. 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ബോഡി പാർട്ട് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കുക. മുകൾ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ബോഡി പാർട്ടിൻ്റെ ഷേപ്പിൻ്റെ അളവ് എത്രയാണോ അവിടെ വരുന്നത് അത് നമുക്കിവിടെ നിന്ന് അടയാളപ്പെടുത്തി താഴേക്ക് ഇതുപോലെ വളച്ച് വരച്ച് ഒന്ന് താഴ്വശം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ഈ ഫ്രോക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്കർട്ട് പാർട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സ്കർട്ട് പാർട്ടിൽ ഇനി ഒരു കട്ടിങ് കൂടിയുണ്ട്. ഫ്രണ്ടിലാണ് നമ്മൾ ഇതിന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേറെ പീസ് പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോഴാണ് ഈ ഫ്രോക്കിനൊരു ഭംഗി വരിക. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ട് മാത്രം വെച്ച് ഒന്നുകൂടി മടക്കി എടുത്തതിന് ശേഷമാണ് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇപ്പോൾ നമ്മൾ സ്കർട്ട് പാർട്ട് കട്ട് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ 2 മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് പാർട്ട് നമുക്ക് മാറ്റാം. ഫ്രണ്ട് പാർട്ട് മാത്രമായിട്ട് ഞാനിവിടെ എടുത്തിട്ടിട്ടുണ്ട്. അതിന് എന്നിട്ട് ഇതുപോലെ മടക്കുക. ഇതുപോലെ എന്ന് വെച്ചാൽ ഭാഗം കറക്റ്റ് സെൻറ്റർ വരാൻ പാകത്തിന് മടക്കുക. താഴെ ചേർത്ത് വെച്ച് മടക്കരുതും. താഴെ ഈ മുകൾ ഭാഗത്തിൻ്റെ അതേ അളവിൽ തന്നെ വേണം താഴെ വയ്ക്കാൻ. അതിന് ശേഷം വേണം നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റുമ്പോഴത്തേക്കും ഇതുപോലെ വരും. 2 സൈഡിലും ഓരോ പീസ് വരും. ഇതുപോലെ അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഒരു ഗോൾഡൻ്റെ മെറ്റീരിയൽ പിടിപ്പിച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ഗോൾഡൻ്റെ കസവിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഗോൾഡൻ ആൻറ്റി ഗോൾഡാണ് വരുന്നത്. അത് ഞാനിവിടെ എടുത്തിട്ട് നമുക്ക് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ അളവ് വീതി വരുന്നത് ഒരു 5 ഇഞ്ചാണ്. ലെങ്ത് വരുന്നത് നമ്മൾ ആ സ്കർട്ട് പാർട്ട് വെട്ടി അതേ അളവിൽ തന്നെയാണ് നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ അതേ അളവിൽ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്ത് മാറ്റണം. സ്കർട്ട് പാർട്ടിൻ്റെ ലൈനിങ് മാത്രം ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് നെക്ക് ഇതുപോലെ ബാക്ക് നെക്ക് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിബ് പിടിപ്പിക്കേണ്ട സൈഡിൽ നിന്നും അവിടെ എല്ലാമാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് മാറ്റിയേക്കുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കും ഞാനിവിടെ ഇതുപോലെ ലൈനിങ്ങുമായിട്ട് നല്ല പീസ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിൽ നമ്മൾ പൈപ്പിംഗ് ആണ് പിടിപ്പിക്കുന്നത്. പൈപ്പിംഗ് പിടിപ്പിക്കുന്നതിൻ്റെ കട്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് പോയി കാണാവുന്നതാണ്. ഞാൻ പൈപ്പിംഗ് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് ഒരു കൊത്തിട്ട് കൊടുത്തതിന് ശേഷം ഫുള്ള് കൊത്തിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് നന്നായിട്ട് മടക്കി വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ അരികത്തൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ വൈറ്റ് മെറ്റീരിയലിൻ്റെ അരികത്തൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. പൈപ്പിങ്ങിലേക്ക് ഒരു കാരണവശാലും സ്റ്റിച്ചിങ് കയറാൻ പാടില്ല. ഇതുപോലെ നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ നെക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മളിതുപോലെ തന്നെ നല്ലോണം പിടിച്ച് വെച്ച് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും. ഇനി നമുക്ക് ഇത് മറിച്ചിട്ടതിന് ശേഷം ഈ പൈപ്പിൻ്റെ അരികത്തുകൂടി നമുക്ക് ഇതുപോലെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല പെർഫെക്ഷനിലിരിക്കും.
ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ കൈക്കുഴിയും സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ പൈപ്പിംഗ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൈക്കുഴിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറാണ് കൂട്ടിയടിക്കേണ്ടത്. ബാക്ക് നെക്കുമായിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ഷോൾഡർ നമുക്ക് കൂട്ടിയടിക്കണം. അതിന് മുമ്പായിട്ട് ഇതെല്ലാം നമുക്കൊന്ന് കൊത്തിട്ട് കൊടുക്കാം. ബാക്ക് നെക്കിൻ്റെ ഭാഗങ്ങളെല്ലാം നമുക്കിതുപോലെ കൊത്തിട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ബാക്ക് നെക്ക് ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ ഉള്ളിലായിട്ട് ലൈനിങ്ങിൻ്റെ നല്ല പാട്ടിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഫ്രണ്ട് നെക്ക് വെച്ച് കൊടുക്കുക. ഫ്രണ്ടിലത്തെ ഷോൾഡർ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നാലും കൂടെ ഒരുമിച്ച് പിടിച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് ഷോൾഡറും നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ബാക്കിൽ സിബ്ബാണ് പിടിപ്പിക്കേണ്ടത്. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇൻവിസിബിൾ സിബ്ബാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഫൂട്ട് മാറ്റി കൊടുക്കണം. ഫൂട്ട് 1 പ്രഷർ ഫൂട്ടാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ സിബ്ബ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അരികത്തൂടെ സിബ്ബിൻ്റെ മെറ്റീരിയലിൻ്റെ അരികത്തൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സിബ്ബിൻ്റെ മറു സൈഡിൽ ഇതുപോലെ സിബ്ബിനെ അകത്തി വെച്ച് നമുക്കൊന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ സിബ്ബ് ഉള്ളിലേക്ക് വരുള്ളൂ. ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അരികത്തൂടി സിബ്ബിൻ്റെ പല്ലിൻ്റെ അരികത്തൂടി ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അകത്തി പിടിച്ച് കൊടുക്കണം. നമ്മൾ ഇതുപോലെ ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മറു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഇതൊന്ന് സിബ്ബൊന്ന് അടച്ചു വെച്ച് നമ്മൾ നോക്കുക ഇത് കറക്റ്റിനാണോ ഇരിക്കുന്നതെന്ന്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് എവിടെയാണോ വരേണ്ടത് അതുപോലെ നമ്മളൊന്ന് വെച്ച് കൊടുത്ത് നോക്കുക. എവിടെയാണോ കറക്റ്റ് വരേണ്ടതെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യും സിബ്ബ്. അതുകൊണ്ട് നമ്മളിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഒന്നുകൂടെ അരികത്തൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അരികത്തുകൂടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സിബ്ബ് ഒന്ന് തുറന്ന് വെച്ചതിന് ശേഷം ആ ടീത്തിൻ്റെ അരികത്തുകൂടി ഒന്നുകൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളിലേക്ക് സിബ്ബ് ഇരിക്കുകയുള്ളൂ. ഒട്ടും പുറത്തേക്ക് കാണൂല. അതുപോലെ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സിബ്ബെല്ലാം ഉള്ളിലേക്ക് ഒരു ഒട്ടും പുറത്തേക്ക് ഇല്ലാത്ത രീതിയിൽ തന്നെ ഇരിക്കും. നല്ല പെർഫെക്ഷനിൽ തന്നെ ഇരിക്കും. സിബ്ബ് ഇട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. ഇതുപോലെ കറക്റ്റായിട്ട് വരും. നമ്മൾ പിന്നെ മുകളിൽ വന്നേക്കുന്ന ബാലൻസ് ഉള്ള ഈ സിബ്ബിൻ്റെ പാർട്സ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കട്ട് ചെയ്ത് മാറ്റുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്കിനി ചെയ്യാനുള്ളത് കൈക്കുഴിയാണ്. കൈക്കുഴി ചെയ്യുന്നത് ഞാനിവിടെ കാണിക്കുന്നില്ല. നെക്കിൽ പൈപ്പിങ് വെച്ചതുപോലെ തന്നെയാണ് നമ്മൾ കൈക്കുഴിയിലും പൈപ്പിങ് വയ്ക്കുന്നത്. നമുക്കിനി സ്കർട്ട് പാർട്ടിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഫ്രണ്ടിൽ 3 പീസായിട്ടാണല്ലോ കട്ട് ചെയ്ത് മാറ്റിയത്. അന്നേരം അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് 2 പീസിൻ്റെയും സെൻറ്ററിലായിട്ട് നമുക്കിതുപോലെ ഗോൾഡൻ കസവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ ആ 3 പീസിൻ്റെയും സെൻറ്റർ ഭാഗത്ത് 2 സൈഡിലുമായിട്ട് ഇതുപോലെ വരാൻ പാകത്തിന് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിലെത്തത് ഇതുപോലെ ഒരു 5 ഇഞ്ച് വരാൻ പാകത്തിന് നമ്മളിതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്കിത് രണ്ടും കൂടെ ഒരുമിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ പിടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ വെള്ള പീസിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ അടയാളപ്പെടുത്തിയ ഭാഗം വരെ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുള്ളൂ. അതിനപ്പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത്. 2 സൈഡും നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ വെള്ള മെറ്റീരിയലിൽ മാത്രം വരാൻ പാകത്തിന് വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും തയ്യൽ കറക്റ്റിന് വരാൻ പാകത്തിന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ വെള്ള മെറ്റീരിയലിൽ കൂടി മാത്രം ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 സൈഡിലെയും താഴത്തെ മുകളിലത്തെ സ്റ്റിച്ചിങ് കറക്റ്റായിട്ടാണോ വന്നേക്കുന്നതെന്ന് നോക്കണം. ഇതുപോലെ വെച്ച് നമുക്ക് 5 ഇഞ്ച് വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡും ഞാനിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. ഒരു സൈഡും 2 സൈഡിലും ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ വരും. നമുക്കിനി ഇവിടെ ബട്ടൺസാണ് പിടിപ്പിക്കേണ്ടത്. ബട്ടൺസ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിൽ പിടിപ്പിക്കാൻ കെട്ടാനുള്ള പീസും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ആ ഫ്രണ്ട്
ഫ്രണ്ട് പാർട്ടിലെ ബോഡി പാർട്ടിൽ നമ്മളിതുപോലെ കസവിൻ്റെ മെറ്റീരിയൽ ഒരെണ്ണം പിടിപ്പിക്കുന്നുണ്ട് ഗോൾഡിൻ്റെ. ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം താഴ്ഭാഗത്ത് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതുപോലെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അതും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ചാൽ സ്കർട്ട് പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതുപോലെ സ്കർട്ട് പാർട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതിൻ്റെയും ഇതുപോലെ തന്നെ മടക്കി കൊടുത്തതിന് ശേഷം ബോഡി പാർട്ടും നമുക്ക് സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ രണ്ടും കൂടെ വെച്ച് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. രണ്ട് സെൻറ്ററും കറക്റ്റിന് വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കുക, കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. സെൻറ്റർ തമ്മിൽ ഇതുപോലെ വരാൻ പാകത്തിന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഉള്ളിലത്തെ പീസിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. രണ്ട് സൈഡിലേക്കും വരാൻ പാകത്തിന് ഇതുപോലെ സെൻറ്ററിൽ വരാൻ പാകത്തിന് ബാക്കി പീസുകൾ രണ്ട് സൈഡിലേക്കും വരാൻ പാകത്തിന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ആ ഗോൾഡൻ മെറ്റീരിയൽ രണ്ട് സൈഡിലേക്കും വരാൻ പാകത്തിന് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി ബാക്ക് പാർട്ടുമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ബാക്ക് പാർട്ട് ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിൽ നമ്മളിതുപോലെ ഗോൾഡൻ കസവ് വെച്ച് കൊടുത്തിട്ടില്ല, ഫ്രണ്ടിൽ മാത്രമാണ് ഗോൾഡൻ കസവ് വെച്ച് കൊടുത്തേക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. ഫ്രണ്ട് പാർട്ട് നമുക്കിതുപോലെ കിട്ടും. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉള്ളിൽ ആ കസവ് ഗോൾഡൻ വരുന്നത് ഉള്ളിലേക്ക് വരും. ബാക്ക് പാർട്ടും നമുക്കതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിനി ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. സ്കർട്ട് പാർട്ടിൻ്റെ ലൈനിങ് നമുക്ക് ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ബാക്കിലും ഫ്രണ്ടിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനുള്ള മെറ്റീരിയൽ ഇതുപോലെ എടുത്തതിന് ശേഷം അതിൻ്റെയും സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് സെൻറ്റർ ഭാഗത്ത് വരാൻ പാകത്തിന് വെച്ച് കൊടുത്ത് ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റം വരെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടും ബാക്കും നമുക്കതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് രണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കണം. ഇതുപോലെ ബാക്കിലേക്ക് പിടിപ്പിച്ചേക്കുന്ന ലൈനിങ്ങും ഫ്രണ്ടിൽ പിടിപ്പിച്ചേക്കുന്ന ലൈനിങ്ങിൻ്റെയും താഴ്ഭാഗം നമുക്കിതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്കിതിൻ്റെ രണ്ട് സൈഡുമാണ് അടിക്കേണ്ടത്. ഇതുപോലെ കൈക്കുഴിയുടെ ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ താഴേക്ക് അടിച്ചു കൊടുക്കുക. അന്നേരം നമ്മൾ ആ യോക്ക് പാർട്ട് തീരുന്ന ഭാഗത്ത് നമുക്ക് ആ കെട്ടിൻ്റെ ബാക്കിലേക്കുള്ള കെട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് വെച്ച് കൊടുക്കണം. സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. യോക്ക് പാർട്ട് തീരുന്ന ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് വെച്ച് താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും നമുക്കിതുപോലെ തന്നെ അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഫ്രോക്കിൻ്റെ താഴ്ഭാഗം നമ്മളൊന്ന് മടക്കി അടിക്കുക. അത്രയേ ഉള്ളൂ ഈ ഫ്രോക്കിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.